ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ്, ഇന്നലെ നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസ് ഒക്കെ തന്നിട്ടുണ്ട്. ഷോർട്ട് എടുത്ത ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു ആസ് യൂഷ്വൽ ഓവറോൾ ഒരു ഹൈ ടൈം ഫ്രെയിം ബയസ് ചെയ്ത് നോക്കാം. മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രീവിയസ് മന്തിൻ്റെ ഒരു 50% പ്രൈസ് റിക്കവർ ആയിട്ടുണ്ട്. പ്രീവിയസ് മന്ത് ഡ്രോപ്പായ റീജിയൻ്റെ 50% ഓൾമോസ്റ്റ് പ്രൈസ് റിക്കവർ ആയിട്ടുണ്ട്. എന്നാലും വലിയ ബുള്ളിഷാണെന്നൊന്നും മാർക്കറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ വീക്കിലിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിത് നേരത്തെ പറഞ്ഞൊരു സിനാരിയോ ആയിരുന്നു. എന്താണ് ഈ റീജിയൻ, അതായത് ഈ രണ്ട് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഈക്വൽ ക്യാൻഡിലാണ്. അപ്പോൾ ഈക്വൽ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു റിവേഴ്സൽ ഫോർമേഷൻ തരാൻ സാധ്യതയുള്ള ഒരു റീജിയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞുണ്ടായ ഒരു ബുള്ളിഷ് പിൻ ബാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ ക്യാൻഡിലും നല്ല രീതിയിൽ ബുള്ളിഷാണ്. പക്ഷേ ഇന്നലത്തെ ഒരു കറക്ഷനിൽ ഇത് ഓൾമോസ്റ്റ് 50% വിക്ക് ആയിട്ടുണ്ട്. സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീക്ക് ക്ലോസ് ആകുന്ന ടൈമിൽ ഇതെങ്ങനെ ആകും എന്ന് നോക്കാം. ഇത് 50% വിക്കാണെങ്കിൽ മോഡറേറ്റ് ആവും. വീണ്ടും മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ ഫേസിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ ആഴ്ച ക്ലോസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷ് തന്നെയാണ്. ഈ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിം നോക്കിയാലും ഈ ഒരു ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ വെച്ച്. ഇത് തിരിച്ചൊരു റീടെസ്റ്റ് വേണ്ടി വരുവാണ്. അത് സ്വാഭാവികമാണ്. ഒരു ഹെൽത്തി പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് ഹൈ ടെസ്റ്റ് ചെയ്തായിരിക്കും പോകേണ്ടത്. അതാണ് ഒരു ഹെൽത്തി പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു സെയിം ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇനി കുറച്ചു നാൾ അല്ലെങ്കിൽ അടുത്ത വരുന്ന മാസം ഒരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടാനൊരു സാധ്യതയുണ്ട്. അത് ഈ ഒരു ബേസ് റീജിയൻ വരെയൊക്കെ എത്താം, അതായത് 30K റീജിയൻ വരെയൊക്കെ. ഇപ്പോൾ 30K റീജിയനിലോട്ട് എത്താൻ എന്ന് പറയാനുള്ള റീസണൊക്കെ എന്താണെന്ന് ഇന്നലെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇവിടെ ഒരു ഹാർമോണിക് എൻട്രി കാര്യങ്ങളൊക്കെ. അപ്പം അത് വെച്ച് ഇവിടെ ഒരു 38K വരെയൊക്കെ പ്രൈസ് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇനി ഇവിടുന്ന് പ്രൈസ് പമ്പായി കഴിഞ്ഞാൽ നിൽക്കാനുള്ള ഏരിയ 30K അല്ലെങ്കിൽ 28K ഉള്ളൂ. അവിടെ ഒരു ഇനിഷ്യലായിട്ടുള്ളൊരു സപ്ലൈ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രൈസ് എങ്ങനെ മൂവ്മെൻറ്റ് തരുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ലോ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ഈ റീജിയൻ, ഇന്നലെ അല്ല, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു റീജിയൻ. അതായത് 23K നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ലെവലാണ് 23K മാർക്കറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞിരുന്നത് ഈ ഒരു 50% വീക്കിലിയിലുള്ള ഇംബാലൻസിൻ്റെ 50% മിറ്റിഗേറ്റ് ആകും. അവിടുന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വരുന്ന മുന്നേ ഉള്ള ആഴ്ചകൾ തൊട്ടേ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാം. ഇത് 50% പ്രൈസ് എവിടെ നിന്നാണ് ക്ലിയർ ആയിട്ടൊരു ഫോൾ തന്നിരിക്കുന്നത് നോക്കിയാൽ കാണാം. ആ റീജിയണിൽ നിന്ന് ഫോളായി കറക്റ്റ് എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ അനുസരിച്ച് ഒരു 3 ടാപ്പ് സിനാരിയോ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 1 2 3 ഇവിടെ. പക്ഷേ ഇങ്ങനെ പ്രൈസ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റിൽ ഇപ്പോഴും അത് വാലിഡ് തന്നെയാണ്, കാരണം ഇതിൻ്റെ താഴെ ഒരു വാലിഡ് ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സിനാരിയോ, അതായത് മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനൊരു സിനാരിയോ അതാണ്. അപ്പോൾ അതെങ്ങനെ പ്ലേ ആകുമെന്ന് കണ്ടറിയണം. ഇനിയിപ്പോൾ ലോ ടൈം ഫ്രെയിമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു റീജിയൻ SR ഫ്ലിപ്പ് ഏരിയ അത് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ഇപ്പോൾ ഒരു ഫുൾ ബാക്കിൽ നിൽക്കുകയാണ്. അതായത് കൺസോൾട്ടേഷനാണ് ഇത്. ഇനി ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയനിലൊരു റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് ഡംപ് ആവാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഒരു 22,300 റീജിയനിലോട്ട് മാർക്കറ്റ് വന്ന് കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് പമ്പ് വേണേൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ലോങ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ലോങ് നോക്കുക. അതായത് 23,400 ലെവൽസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലോങ് നോക്കാവൂ. ഇവിടുന്നൊക്കെ ലോങ് എടുക്കുന്നവരാണെങ്കിൽ തന്നെ ഈ ലെവൽസിൽ തന്നെ എക്സിറ്റ് ആകുക. ഓക്കെ, കാരണം ഇനിയിപ്പോൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി 2 എണ്ണം ഉള്ളത് ഇപ്പം നിൽക്കുന്ന ലെവൽസിൽ നിന്ന്, അതായത് ഒരു 22,800 റീജിയണിൽ നിന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അഥവാ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഇനിഷ്യൽ സപ്ലൈ ഈ റീജിയൻ ആണ്. അപ്പോൾ 22,200 റീജിയൻ. അപ്പോൾ അവിടുന്ന് ഒരു ഷോർട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പ്രകാരം ഇത് ഈ റീജിയൻ മിറ്റിഗേറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. എന്നിട്ട് വീണ്ടും തിരിച്ച് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ ലെവൽസ് കറക്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ, ലോ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷേ ബ്രേക്ക് ആയിട്ടില്ല. വിക്കാണ്. ഒരു ക്യാൻഡിൽ ബോഡി ക്ലോസ് ഉണ്ടെങ്കിൽ
അതൊരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു തിരിച്ച് താഴോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. പോരാത്തതിന് ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ടില്ല അല്ലേ, റീജഡി ആയി കഴിഞ്ഞാൽ റീടെസ്റ്റ് എടുത്തിട്ടില്ല. റീടെസ്റ്റ് എടുക്കാനും ഇനി ക്യാൻഡിൽ മേളിലോട്ട് കയറേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മേളിലോട്ട് കയറി ഇവിടെ ഷോർട്ട് ഇട്ട ആൾക്കാരെയൊക്കെ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്ത് ഒരു ക്വിക്ക് അടിച്ച് നേരെ താഴോട്ട് വരാം സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും മാർക്കറ്റ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, ലെവൽസ് എല്ലാം വാച്ച് ചെയ്യുക. ഓക്കെ, ഇതേറിയത്തിൻ്റെ സിറ്റുവേഷൻ നോക്കാം. ഇതേറിയം എന്താണ് അവസ്ഥ? ഓക്കെ, ഇതേറിയത്തിൽ ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഒരു ഇന്നലെ ഷോർട്ട് പറഞ്ഞിരുന്നതാണ്, അത് ലെവൽസ് ഞാൻ കളഞ്ഞു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യം റെക്കോർഡ് ചെയ്തതിൻ്റെ വോയിസിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വർക്കായില്ല. രണ്ടാമത് റെക്കോർഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ റീജിയണിൽ നിന്ന്, ഈ ഒരു സോണിൽ നിന്ന് നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിരുന്നതായിരുന്നു ഈ താഴെയുള്ള ഡിമാൻഡിലോട്ട് തന്നെ. അത് ആക്ച്വലി കറക്റ്റായിട്ട് മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഷോർട്ട് എടുത്തവർക്കും നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ലെവൽസ് ഇതിൽ നോക്കാനാണെങ്കിൽ ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് സോണിൽ അല്ലെങ്കിൽ ഒരു ബേസിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ എൻട്രി ഷോർട്ട് പോവാം. ഓക്കെ, തൊട്ട് താഴെ 1400 എന്ന ഒരു ലെവലിലോട്ട് ഡിമാൻഡിലോട്ട് ഇറങ്ങാനൊരു സാധ്യതയുണ്ട്. അഥവാ പമ്പ് ആകുവാണെങ്കിലും നിങ്ങൾക്കൊരു 1550 530 റീജിയണിൽ നിന്ന് ഒരു ഷോട്ട് വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഈ റീജിയനിൽ നിന്ന് ഷോട്ട് എടുക്കുന്നവരാണെങ്കിൽ പറയാതെ തന്നെ അറിയാലോ, സ്വാഭാവികമായിട്ടും തൊട്ട് താഴത്തെ ലെവലിൽ ഒരു 1470 കീപ്പി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന ലെവൽസ് ഇതൊക്കെയാണ്. എല്ലാം ഇപ്പോൾ അത്യാവശ്യം ബെയറിഷ് സിറ്റുവേഷനിലാണ്. ഇനിയിപ്പോൾ നല്ലൊരു ഡിമാൻഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചൊന്ന് കയറാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോവർ ടൈം ഫ്രെയിമിലുള്ള സ്ട്രക്ചർ നോക്കിയാൽ പോലും ഇത് തിരിച്ച് ബുള്ളിഷിലോട്ടാവണമെങ്കിൽ പറയുന്ന പോലെ ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യണം, എന്നാൽ ഇത് തിരിച്ചൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ലെവൽസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. സൊലാന നോക്കാം. സൊലാന ഓക്കെ, സൊലാന ഇന്നലത്തെ ഒരു അവസ്ഥ ഇവിടെ പറഞ്ഞതായിരുന്നു. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫെയിലായി, കാരണം ഹൈ മേക്ക് ചെയ്യാൻ പറ്റിയില്ല, നല്ല രീതിയിൽ ഫോള് തന്നു. അപ്പോൾ ഈ ഒരു ലെവലിന് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും 45 എന്നുള്ള റീജിയൻ. പക്ഷേ അതിന് മുന്നേ പ്രൈസ് അവിടെ എത്തണം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതും വാലിഡ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് ഏരിയയിലാണ്. അപ്പോൾ ഈ റീജിയണിൽ നിന്നും പ്രൈസ് എന്താണ് പമ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺസോൾട്ടേഷൻ ഇവിടെ എങ്ങനെയാണ് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ആ റീജിയനിൽ എങ്ങനെയാണ് പ്രൈസ് കൺസോൾട്ടേറ്റ് ആകുന്നതെന്ന് വാച്ച് ചെയ്യുക. ഒരു വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെവലിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഒരു ലോങ് എൻട്രി ട്രൈ ചെയ്യുക. പക്ഷേ ഇവിടം വരെ എപ്പോഴും പോകരുത്, അത് എപ്പോഴും പറയാറുള്ളതാണ്. ഇവിടം വരെ ഒരിക്കലും TP ട്രെയിൽ ചെയ്ത് പോകരുത്. ട്രെയിൽ ചെയ്തല്ല, TP സെറ്റ് ചെയ്ത് വെക്കരുത്, ട്രെയിൽ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോങ് എൻട്രി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ തന്നെ ഒരു മൈനർ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ ലെവൽസിലെല്ലാം നിങ്ങൾ ഇവിടെ ബേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിലെല്ലാം TP എടുക്കാൻ ശ്രമിക്കുക. ഇനി ഷോർട്ടാണ് പോകുന്നത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സോൺ ബ്രേക്ക് ആയതിനു ശേഷം മാത്രം, അതായത് 39.8 ബ്രേക്ക് ആയതിനു ശേഷം മാത്രം ഷോർട്ട് ചെയ്യുക. അതൊരു 36.5 വരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും, കാരണം ഇവിടെ കുറേ ലിക്വിഡിറ്റി സിറ്റിംഗ് ആണ് ഈ ഏരിയയിൽ. അപ്പോൾ പ്രൈസ് ഫാളായി കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് നല്ല രീതിയിൽ ഫോള് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവാക്സ് പോയിക്കഴിഞ്ഞാൽ ക്ലീനായിട്ട് പാരാബോളിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അവാക്സ്. അപ്പോൾ നല്ല രീതിയിൽ ഡംപ് കിട്ടാൻ സാധ്യതയുണ്ട്. അതും ആസ് ഓൾവേസ് കൺഫർമേഷൻ എൻട്രി ഉള്ളി, കാരണം പറയുന്ന പോലെ ഇതുവരെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതാണ് വാലിഡ് ആയിട്ടുള്ളൊരു ലോ അവാക്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു റീടെസ്റ്റ് എടുത്ത് ഇത് ഒരു SR ഫ്ലിപ്പ് ഏരിയ വിത്ത് ബേസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റീജിയനിൽ വന്ന് തിരിച്ച് ഇവിടെ റീടെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഇവിടെ ഷോർട്ട് എൻട്രി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു $17 വരെ പൊസിഷണൽ ട്രേഡ് ആണ് കേട്ടോ, കാരണം ഇത് 4 ഹവറിലാണ് ചാർട്ട്. ഇതൊരിക്കലും സ്കാൽപ്പിങ്ങോ അല്ലെങ്കിൽ ഒറ്റ വൺ ഡേ ട്രേഡോ അല്ല, ഡേ ട്രേഡോ അല്ല, പൊസിഷണൽ ട്രേഡാണ്. അപ്പോൾ ആ ലെവൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ ചാർട്ട് കൂടെ ടൈം ഫ്രെയിം കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്നെങ്കിലും മേളിൽ നോക്കിയാൽ ഇവിടെ കാണാം 4 ഹവർ, അല്ലെങ്കിൽ ഇവിടെ താഴെ 240 മിനിറ്റ്. ഓക്കെ, ഇത് മിനിറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്തായാലും കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ടൈം ഫ്രെയിം കൂടെ എല്ലാവരും വാച്ച് ചെയ്യുക ഞാൻ ലെവൽസ് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അവാക്സിൽ ഈ ഒരു പൊസിഷണൽ എൻട്രി ആണ് ആക്ച്വലി ഉള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കാറില്ല. FTM ഒക്കെ ഒരു SR ഫ്ലിപ്പ് വിത്ത് ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു SR ഫ്ലിപ്പ് ഉണ്ട്, ഇതൊരു ബേസ് ആണ് ഇപ്പോൾ നിൽക്കുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിക്ക ടോക്കൺസ് ഇപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു BTCയുടെ അവസ്ഥയെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ എൻട്രീസ് പോവാൻ. ഇപ്പോൾ ഏതാണെങ്കിലും ഇപ്പം ഇതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ വാലിഡ് ആയിട്ട് ബ്രേക്ക് കിട്ടിയാൽ മാത്രം ഷോർട്ട് എടുക്കുക, അല്ലാത്ത പക്ഷം അത് ലോങ് എടുക്കാൻ പോകരുത്. അത് റിസ്ക്കിയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇവിടെ ഡിമാൻഡ് വരുന്നത്
ഒരു 2.3-ലാണ്. ഷോർട്ട് എടുത്താലും ലോങ് എടുത്താലും വിത്ത് കൺഫർമേഷനേ പോവുള്ളൂ. കാരണം പറയുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന സോൺ ഒരു വാലിഡ് ആയിട്ടുള്ള സോണാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വിത്ത് ഓൺലി കൺഫർമേഷൻ ട്രേഡ് മാത്രമേ എടുക്കാവുള്ളൂ FTMലാണെങ്കിലും. ഓക്കെ, അപ്പോൾ എന്തായാലും BTCയുടെ അവസ്ഥ എന്തായി എന്നുള്ളത് നോക്കാം. ടൈം ഫ്രെയിമിൽ ഓക്കെ, സ്റ്റിൽ കൺസോൾട്ടേഷൻ ആണ്. വെയിറ്റ് ചെയ്യാം. ആരും ചാടിക്കയറി ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഏത് ലെവൽസാണ് ആദ്യം ബ്രേക്ക്ഔട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഇത് മിക്കവാറും മുകളിലോട്ട് കയറിയിട്ട് താഴെയിറങ്ങാനാണ് സാധ്യത. സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ അങ്ങനെയാണ് എപ്പോഴും നടക്കാറ്. ലിക്വിഡേഷൻ ഉള്ളിടത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ലെവൽസ് എല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ പറയാനുള്ളത്, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഒരു സെക്കൻഡേ പോകുന്നുള്ളൂ. നമുക്ക് അത് വലിയൊരു കാര്യമാണ്, സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം ചെയ്യുന്നതിന് ഉള്ളൊരു വാല്യൂ എപ്പോഴും നമ്മൾ അർഹിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും തരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാമിലായാലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതെല്ലാം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു ഗ്രൂപ്പുകളിലോട്ട് ഷെയർ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രോ ആവട്ടെ, എല്ലാവരും ട്രേഡിങ് പഠിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിങ്. ഗുഡ് ബൈ.